എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പഠനമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് പാക്കേജിൽ കമ്മോഡിറ്റി റൂൾസ് 2000 ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കി എന്നോണം പാർട്ട് 2 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 10 ചോദ്യോത്തരങ്ങൾ നോക്കി. ഈ ക്ലാസ്സിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻ ആൻസർ തന്നെ നോക്കാം. എല്ലാവരും നല്ല പോസിറ്റീവ് എനർജി ആയിട്ടിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, രേഖപ്പെടുത്തപ്പെട്ട നിർദ്ദേശങ്ങൾ എവിടെ വരണമെന്ന് നിശ്ചയിക്കുന്ന ലീഗൽ മെട്രോളജി റൂൾ ഏതാണ്? രേഖപ്പെടുത്തപ്പെട്ട നിർദ്ദേശങ്ങൾ എവിടെ വരണമെന്ന് നിശ്ചയിക്കുന്ന ലീഗൽ മെട്രോളജിയുടെ റൂള്. ഓപ്ഷൻസ് വായിക്കുക, ആൻസർ എഴുതുക. ആൻസർ ഓപ്ഷൻ സി, റൂൾ 8. റൂൾ 8 ഡിക്ലറേഷൻ വേർ ടു അപ്പിയർ. അതായത് രേഖപ്പെടുത്തേണ്ട നിർദ്ദേശങ്ങൾ എവിടെ വരണമെന്ന് നിശ്ചയിക്കുന്ന ലീഗൽ മെട്രോളജി റൂള് 8 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൂൾ 8 പ്രകാരം അളവ് തൂക്ക സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് അനുസൃതമായ എല്ലാ നിർദ്ദേശങ്ങളും എവിടെയാണ് ഉൾക്കൊള്ളിക്കേണ്ടത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനലിൽ. റൂൾ 8 അനുസരിച്ച് അളവ് തൂക്ക സമ്പ്രദായവുമായി ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനലിൽ ഉൾക്കൊള്ളിച്ചിരിക്കണം. അടുത്ത ചോദ്യം നോക്കാം. വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന എല്ലാ പാക്കേജുകളിലും നിർമ്മാതാവിൻ്റെ പേരും വിലാസവും രേഖപ്പെടുത്തിയിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന നിർദ്ദിഷ്ട റൂള്. നിർമ്മാതാവിൻ്റെ പേരും വിലാസവും രേഖപ്പെടുത്തിയിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന റൂള്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, റൂൾ 10. റൂൾ 10 ഡിക്ലറേഷൻ ഓഫ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ മാനുഫാക്ചറർ. റൂൾ 10 പ്രകാരമാണ് നിർമ്മാതാവിൻ്റെ പേരും വിലാസവും രേഖപ്പെടുത്തേണ്ടത്. റൂൾ 10 പ്രകാരം സാധനം നിർമ്മിക്കുന്നവർക്ക് പുറമെ മറ്റാരുടെ വിവരങ്ങളാണ് പാക്കേജുകളിൽ ഉറപ്പായും രേഖപ്പെടുത്തേണ്ടത്? റൂൾ 10 പ്രകാരം സാധനം നിർമ്മിക്കുന്നവർക്ക് പുറമെ മറ്റാരുടെ വിവരങ്ങളാണ് പാക്കേജുകളിൽ രേഖപ്പെടുത്തേണ്ടത്? സാധനം വാങ്ങുന്ന ഉപഭോക്താവിൻ്റെ വിവരം, സാധനം പാക്ക് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ വിശദാംശം, സാധനം കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ നമ്പർ, കടയിലെ ജീവനക്കാരുടെ പേര് വിവരങ്ങൾ. അതിലേതാണ് വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി, സാധനം പാക്ക് ചെയ്യുന്ന വ്യക്തികൾ അല്ലെങ്കിൽ പാക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ വിശദാംശങ്ങൾ. സാധനം നിർമ്മിക്കുന്നവർക്ക് പുറമെ അത് പാക്ക് ചെയ്യുന്ന വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ വിശദാംശങ്ങളും റൂൾ 10 അനുസരിച്ച് രേഖപ്പെടുത്തണം. ഇതിൽ ഓപ്ഷൻസ് കുറച്ച് എളുപ്പമായതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. പക്ഷേ എക്സാമിന് അങ്ങനെ ആയിരിക്കില്ല വരിക. പലപ്പോഴും റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നന്നായി പഠിക്കുക. അടുത്ത ചോദ്യം, വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത പാക്കേജുകളുമായി ബന്ധപ്പെട്ട് റൂൾ 10 അനുശാസിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? വിദേശ നിർമ്മാതാവിൻ്റെ വിലാസം മാത്രം മതി, ഇന്ത്യൻ വിലാസം ആവശ്യമില്ല. ഇറക്കുമതിക്കാരൻ്റെ പേരും മേൽവിലാസവും രേഖപ്പെടുത്തണം. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് റൂൾ 10 ബാധകമല്ല. കപ്പലിൻ്റെയോ വിമാനത്തിൻ്റെയോ പേര് മാത്രം രേഖപ്പെടുത്തിയാൽ മതി. ഇതിൻ്റെ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇറക്കുമതിക്കാരൻ്റെ പേരും മേൽവിലാസവും രേഖപ്പെടുത്തണം. ഇറക്കുമതിക്കാരൻ്റെ പേരും മേൽവിലാസവും റൂൾ 10 പ്രകാരം രേഖപ്പെടുത്തണം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ റൂൾ 6 അനുസരിച്ച് പാക്കേജിൽ രേഖപ്പെടുത്തേണ്ട വിവരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നിർമ്മാതാവിൻ്റെ പേരും വിലാസവും, നിർമ്മാണ മാസവും വർഷവും, സാധനം വാങ്ങാൻ ഉപയോഗിച്ച പണത്തിൻ്റെ ഉറവിടം, എല്ലാ നികുതിയും ഉൾപ്പെടെയുള്ള വിൽപ്പന വില. താഴെ പറയുന്നവയിൽ റൂൾ 6 അനുസരിച്ച് പാക്കേജിൽ രേഖപ്പെടുത്തേണ്ട വിവരങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, സാധനം വാങ്ങാൻ ഉപയോഗിച്ച പണത്തിൻ്റെ ഉറവിടം. നിർമ്മാതാവിൻ്റെ വിലാസം, നിർമ്മാണ തീയതി, വിൽപ്പന വില എന്നിവ റൂൾ 6 ഉൾപ്പെടുന്നു. എന്നാൽ പണത്തിൻ്റെ ഉറവിടം ഇതിൽ വരുന്നതല്ല. അപ്പോൾ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒന്നാമത്തെ പ്രസ്താവന, റൂൾ 7 പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനലിൻ്റെ വലിപ്പത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. റൂൾ 10 നിർമ്മാതാവിൻ്റെ പേരും വിലാസവും രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുന്നു. ഇവയിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? 1ഉം 2ഉം പ്രസ്താവനകൾ വായിച്ച് ഏതൊക്കെയാണ് ശരിയെന്ന് പറയുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. റൂൾ 7 പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനലിനെ കുറിച്ചും റൂൾ 10 നിർമ്മാതാവിൻ്റെ പേരും വിലാസവും രേഖപ്പെടുത്തുന്നതിനെ കുറിച്ചും പറയുന്നതിനാൽ 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക, റൂൾ 7ഉം റൂൾ 10ഉം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലീഗൽ മെട്രോളജി പാക്കേജ്ഡ് കമ്മോഡിറ്റീസ് റൂളുകളിൽ നിർമ്മാതാവ്, പാക്കർ, ഇറക്കുമതിക്കാരൻ എന്നിവരുടെ വിലാസങ്ങൾ രേഖപ്പെടുത്താൻ സംയുക്തമായി പറയുന്ന 2 റൂളുകൾ ഏതെല്ലാം? ലീഗൽ മെട്രോളജി റൂളുകളിൽ നിർമ്മാതാവ്, പാക്കർ, ഇറക്കുമതിക്കാരൻ എന്നിവരുടെ വിലാസങ്ങൾ രേഖപ്പെടുത്താൻ സംയുക്തമായി പറയുന്ന 2 റൂളുകൾ അതേതൊക്കെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, റൂൾ 6ഉം റൂൾ 10ഉം. റൂൾ 6ലും റൂൾ 10ലും നിർമ്മാതാവ്, പാക്ക് ചെയ്യുന്ന ആൾ, ഇറക്കുമതിക്കാരൻ എന്നിവരുടെ പേരും വിലാസവും രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്.
റൂളുകൾ ഓർത്ത് വെക്കുക. റൂൾ 6ഉം റൂൾ 10ഉം. പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനൽ, ഇറ്റ്സ് ഏരിയ, സൈസ് ആൻഡ് ലെറ്റേഴ്സ് എന്നത് താഴെ പറയുന്നവയിൽ ഏത് നിയമവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, റൂൾ 7. തന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രിൻസിപ്പൽ ഡിസ്പ്ലേ പാനലിൻ്റെ വിസ്തീർണം, വലുപ്പം, അക്ഷരങ്ങൾ എന്നിവ നിർവചിക്കുന്നത് റൂൾ 7 ആണ്. താഴെ പറയുന്നവയിൽ റൂൾ 10ൻ്റെ പ്രധാന ലക്ഷ്യമായി വരുന്നത് ഏത് പ്രസ്താവനയാണ്? പാക്കറ്റിലെ അക്ഷരങ്ങളുടെ സ്റ്റൈൽ ഭംഗിയാക്കൽ, പാക്കറ്റിൻ്റെ കൃത്യമായ അളവ് രേഖപ്പെടുത്തൽ, വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പാക്കേജുകളുടെ നിർമ്മാണം, പാക്കിൻ്റെ ഉറവിടം, ഉത്തരവാദികളായ വ്യക്തികളെയും വ്യക്തമായി തിരിച്ചറിയൽ, സാധനങ്ങളുടെ പരസ്യ വരുമാനം കൂട്ടൽ. ഇതിൽ ഏത് പ്രസ്താവനയാണ് റൂൾ 10ൻ്റെ പ്രധാന ലക്ഷ്യമായി വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പാക്കേജുകളുടെ നിർമ്മാണ, പാക്കിംഗ്, ഉറവിടവും ഉത്തരവാദികളായ വ്യക്തികളെയും വ്യക്തമായി തിരിച്ചറിയൽ. നിർമ്മാതാവ്, പാക്കർ അല്ലെങ്കിൽ ഇറക്കുമതിക്കാരൻ എന്നിവരുടെ പേരും വിലാസവും കൃത്യമായി രേഖപ്പെടുത്തുന്നത് വഴി ഉൽപ്പന്നത്തിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണെന്ന് ഉറപ്പാക്കാൻ റൂൾ 10 സഹായിക്കുന്നു. നമ്മൾ പാക്കേജ്ഡ് കമ്മോഡിറ്റി റൂൾസും ഇവിടെ തീർത്തിരിക്കുകയാണ്. സിലബസ് ബേസിലാണ് ഞാൻ ചോദ്യോത്തരങ്ങൾ തയ്യാറാക്കിയത്. സിലബസിൽ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ എക്സ്ട്രാ ആയിട്ടൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല പോയിൻറ്റ്സ്. പിന്നെ റൂൾസൊക്കെ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എടുക്കാൻ കാരണം നിങ്ങൾക്ക് പോയിൻറ്റ്സ് കുറച്ചുകൂടി പഠിക്കാൻ പറ്റും. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇതിലൂടെ പഠിച്ചു പോകും നമ്മൾ. അതുകൊണ്ടാണ് ഈ പ്രസ്താവന രീതിയിലുള്ള ചോദ്യോത്തരങ്ങൾ ഉൾപ്പെടുത്തി ക്ലാസ് എടുത്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ക്ലാസ്സിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഞാൻ എന്തായാലും അത് സ്വീകരിക്കും. ഇനി എന്തെങ്കിലും മാറ്റം വരുത്താണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. അതുപോലെ ഇനി നമുക്ക് ടോപ്പിക്കിൽ കേരള ലീഗൽ മെട്രോളജി എൻഫോഴ്സ്മെൻറ്റ് റൂൾസ് 2012 അതും ഇതുപോലെ പ്രസ്താവന രീതിയിൽ തന്നെ എടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതുപോലെ എടുത്തു പോകാം. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.